പൊതുസമൂഹം അവരെ സംശയത്തോടെ നോക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചോളൂ. ധൈര്യമുള്ള ആളുകൾ പഠിക്കാൻ മുന്നോട്ട് വരട്ടെ, ചരിത്രം പഠിക്കട്ടെ. 1926 മുതൽ സമസ്തയുടെ നേതാക്കളുടെ ജീവചരിത്രം. ഞാനൊരു കാര്യം ഉത്തരവാദിത്ത ബോധത്തോടു കൂടെ തന്നെ പറയാൻ പറ്റും. വേദിയിൽ ഇരുന്നിട്ട് മദ്ഹ് പറയുന്ന ശീലം നമ്മൾക്കില്ല. എങ്കിലും നമ്മൾക്ക് പറയാലോ, മംഗലാപുരത്ത് നിന്നിട്ട് ഈ കർണാടകയിലെ ദീനി പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ജീവസുറ്റ നേതൃത്വം നൽകുന്ന വന്യരായ ശൈഖുനാ ജബ്ബാർ ഉസ്താദ് തന്റെ ഉള്ള ഏതെങ്കിലും കുട്ടിക്ക് പറയാൻ പറ്റുമോ ഉസ്താദിന്റെ വ്യക്തി ജീവിതത്തെ പറ്റി ഞങ്ങൾക്ക് സംശയം? കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സമസ്തയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ പറയട്ടെ, വന്യരായ ഷഹീദ് മില്ലത്ത് CM ഉസ്താദ് വഫാത്തായപ്പോ കൊല ചെയ്യപ്പെട്ടപ്പോ ചിലരൊക്കെ പറഞ്ഞു ആത്മഹത്യയാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. പക്ഷേ ഉസ്താദ് കൊല ചെയ്യപ്പെടുന്ന നിമിഷം വരെയുള്ള 77 വർഷത്തെ ഉസ്താദിന്റെ ജീവിതത്തെ പറ്റി ഏതെങ്കിലും ഒരാൾ പറഞ്ഞോ ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന്? ആ ജീവിതത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞോ? സമസ്തയുടെ നേതാക്കളുടെ ജീവിതമാണ്. കണ്ണിയത്ത് ഉസ്താദിനോട് ആദർശപരമായിട്ട് എതിരുള്ള ആളുകൾ എത്രയോ ഉണ്ടായിരുന്നു. ആദർശപരമായിട്ട് കണ്ണിയത്ത് ഉസ്താദിനോട് താല്പര്യമില്ലാത്ത ആളുണ്ടായിരുന്നു. കണ്ണിയത്ത് ഉസ്താദ് പറയുന്ന അഹ്ലു സുന്നത്തിനോട് താല്പര്യമില്ലാത്ത മുജാഹിദാനും ജമാഅത്താനും ഉണ്ടായിരുന്നു. പക്ഷേ കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതത്തെ പറ്റിയിട്ട് ഒരു വാക്ക് പറയാൻ അവർക്കാർക്കും ധൈര്യം ഉണ്ടായിട്ടില്ല. ശംസുൽ ഉലമ എല്ലാ പിഴച്ച കക്ഷികളെയും പ്രതിരോധിച്ചു നിർത്തിയിട്ടുണ്ട്. പക്ഷേ ശംസുൽ ഉലമയുടെ ജീവിതത്തെ പറ്റിയിട്ട് ഒരാൾക്കും ഒരു കംപ്ലൈന്റ് പറയാനുണ്ടായിട്ടില്ല. മാന മുസ്ലിയാരെ മുഖ്യ ആർക്കാ കംപ്ലൈന്റ് പറയാനുണ്ടായിട്ടില്ല? ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രത്തിൽ, ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇന്നവരാരൊക്കെ അതിന് നേതൃത്വം കൊടുത്തോ അവരുടെ ജീവിതം വളരെ പെർഫെക്റ്റ് ആണ്, വളരെ ക്ലിയർ ആയിരുന്നു. ഒരുവിധ സംശയത്തിന്റെ കുത്തുപോലുണ്ടായിരുന്നില്ല. ഒരു ക്രൈം വാരികക്കും ഈ സമസ്തയുടെ നേതാക്കളെ പറ്റിയിട്ട് ഒരാരോപണം എഴുതേണ്ടി വന്നിട്ടില്ല. ഒരു മാസികക്കാരനും പേനെടുത്തിട്ടില്ല, ഒരു പത്രക്കാരനും പേനെടുത്തിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഈ വാക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ, നന്നായിട്ട് മനസ്സിലാക്കണം. ഇത് തമാശയല്ല സഹോദരങ്ങളെ. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തവരുടെ ജീവിതം വിശുദ്ധി കൊണ്ട് വിസ്മയമായി. കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മാധ്യമ പത്രത്തിൽ, ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ മാധ്യമ പത്രത്തിൽ മുജാഹിദിന്റെ നേതാവ് CN അഹമ്മദ് മൗലവി കണ്ണിയത്ത് ഉസ്താദിന്റെ മരണത്തെ പറ്റിയിട്ട് എഴുതി. മാധ്യമ പത്രം എന്ന് പറഞ്ഞ സമസ്ത എപ്പോ പിളർക്കാം, എപ്പോ കുഴപ്പമുണ്ടാക്കാം അതിനുവേണ്ടി കാത്തിട്ടുള്ള പത്രമാണ്. ജമാഅത്തുകാരൻ കഴുകകളെ പോലെ കഴുകക്കണ്ണോടെ ഈ സമുദായത്തിൽ കുഴപ്പമുണ്ടാക്കാൻ കാത്തിട്ടുന്നവരാ. അവരുടെ പത്രത്തില് ആരാ എഴുതിയത്? മുജാഹിദിന്റെ നേതാവ്. ഞാനിത് പറയുന്നത് മുജാഹിദിന്റെ നേതാവ് എഴുതിയത് കൊണ്ട് ഞങ്ങൾക്കതൊരു ആദരവാണെന്നല്ല പറയുന്നത്. പക്ഷേ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ഞങ്ങളുടെ നേതാക്കളെ എങ്ങനെയാ നോക്കിക്കണ്ടത്? കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോ അദ്ദേഹം എഴുതിയത് അങ്ങനെയാ. ബഗ്ദാദിൽ ഹംബലി ഇമാം വഫാത്തായപ്പോ മയ്യത്ത് നിസ്കരിക്കാൻ 7 ലക്ഷം ആളുകൾ പങ്കെടുത്തു. ബഗ്ദാദിൽ 4 മദ്ഹബുകളിലൊന്നായ ഹംബലി മദ്ഹബിന്റെ ഇമാം വഫാത്തായപ്പോ 7 ലക്ഷം ആളുകൾ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു. ഒരു പക്ഷേ മുസ്ലിം ലോകത്തിന്റെ ചരിത്രത്തിൽ അതിനുശേഷം ഇത്രയും വലിയ ആൾക്കൂട്ടം, ഈ 7 ലക്ഷത്തോളം വരുന്ന ജനക്കൂട്ടം മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്ത ഒരു സംഭവം അത് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ കാര്യത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആരായത്? മുജാഹിദിന്റെ നേതാവ്. ഇത് നമ്മൾക്ക് തെളിവല്ല, ഇത് നമ്മൾക്ക് അംഗീകാരമല്ല. പക്ഷെ എതിരാളികളെ കൊണ്ട് നമ്മുടെ മഹാന്മാരുടെ ജീവിത വിശുദ്ധി അവരെ കൊണ്ട് അങ്ങനെ എഴുതിപ്പിക്കാനും അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാനും നമ്മൾക്ക് സാധിച്ചു. പൊതുസമൂഹം നമ്മളെ കാണുന്നത് അങ്ങനെയാണല്ലോ. നമ്മുടെ നേതാക്കൾ പണത്തിന്റെ പത്രാസ് കൊണ്ട് ഒരു മോനെയും വിലക്കെടുക്കാൻ നോക്കിയിട്ടില്ല. ഒരു രാഷ്ട്രീയക്കാരന്റെ വാതിൽക്കൽ പോയിട്ട് മുട്ടാൻ നമ്മുടെ നേതാക്കളെ കിട്ടിയിട്ടില്ല. കേരളത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കണം. കേരളത്തിലെ ഇലക്ഷൻ ആയാൽ മതസംഘടനകളുടെ നേതാക്കൾക്ക് തിരക്കാണ്. രാഷ്ട്രീയക്കാരൻ വന്നിട്ട് പിന്നാലെ കൂടും, ചിലരൊക്കെ പിന്നാലെ പോകും. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോ വളരെ ശാന്തമായിട്ട് പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ സമസ്തയുടെ പ്രസിഡന്റിന്റെ ക്ലാസ് അപങ്കുരം തുടർന്നുകൊണ്ടേയിരിക്കും. വളരെ മനോഹരമായിട്ട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ സമസ്തയുടെ സെക്രട്ടറിയുടെ ക്ലാസ് നടക്കും. പക്ഷെ സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നമുണ്ടോ? നിലപാട് ചോദിക്കാൻ നേതാക്കൾ ഇങ്ങോട്ട് വന്ന അനുഭവമാണ് നമ്മൾക്കുള്ളത്. നേതാക്കൾ ഇങ്ങോട്ട് വരും, സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നം വരുമ്പോ പാഠപുസ്തക വിവാദം ഉണ്ടായി. പാഠപുസ്തകത്തിൽ മതങ്ങൾക്കെതിരെ ആരോപണങ്ങൾ വന്നു, മതങ്ങൾക്കെതിരെ സങ്കല്പങ്ങൾ. വിദ്യാർത്ഥി മനസ്സിൽ
പിഞ്ചു മനസ്സിൽ തെറ്റായ സങ്കല്പമുണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടായി. ഉത്തരവാദിത്തപ്പെട്ട മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ ദാർലുദയിൽ പഠിക്കുന്ന സമയത്ത് ദാർലുദയുടെ മുറ്റത്ത് വന്നിറങ്ങി നേരെ ശൈഖുനയുടെ റൂമിലേക്ക് പോയി ഉസ്താദുമായിട്ട് സംസാരിച്ചു. സമസ്തക്ക് ഈ വിഷയത്തിൽ എന്ത് നിലപാടാ പറയാനുള്ളത്? സമുദായത്തോട് ഈ മഹാപ്രസ്ഥാനത്തിന് എന്താ പറയാനുള്ളത്? സമുദായത്തിന്റെ നയം രൂപീകരിക്കേണ്ടടുത്ത്, നയം പറയേണ്ടടുത്ത്, അഭിപ്രായം പ്രകടിപ്പിക്കേണ്ടടുത്ത് പക്വമായിട്ട് പ്രകടിപ്പിക്കാൻ നമ്മുടെ നേതാക്കൾക്ക് ഒരു മടി ഉണ്ടായിട്ടില്ല. അതാണെങ്കിലോ സമൂഹം അപ്പാടെ സ്വീകരിച്ചിട്ടുണ്ട്. അഭിപ്രായം പറയേണ്ടടുത്ത് മാത്രം പറഞ്ഞു. അതല്ല അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. ഖൈറുൽ ഉമറാഇ മയസൂറുൽ ഉലമാ. ഏറ്റവും നല്ല സമുദായ നേതാക്കൾ അവർ പണ്ഡിതന്മാരുടെ അടുത്ത് പോയിട്ട് ഉപദേശം നേടുന്ന ആളുകളാണ്. വശറുൽ ഉലമായി ഏറ്റവും മോശപ്പെട്ട പണ്ഡിതന്മാർ മയസൂറുൽ ഉലമാ, മയസൂറുൽ ഉമറാ നേതാക്കളുടെ പിന്നാലെ പോയി